ഏവർക്കും നമസ്കാരം. മേടം 1 മുതൽ മേടം 31 വരെയും, അതായത് ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയും മേടം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു. തൽഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചും ദോഷഫലങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രജാതരുടെ മാസഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സൂര്യൻ കന്നിരാശിജാതരുടെ 12ാം ഭാവാധിപൻ ആകുന്നു. 12ാം ഭാവം എന്നത് ചെലവുകൾ, നഷ്ടങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു. 12ാം ഭാവാധിപനായ സൂര്യൻ ഇവരുടെ 8ാം ഭാവത്തിലാണ് ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയും സഞ്ചരിക്കുക. ഇത് പ്രതികൂലമായതും ദോഷകരമായതുമായ ഫലങ്ങളെ നൽകും. കർമ്മമേഖലയിൽ ജോലിഭാരം കൂടും. അസംതൃപ്തി, നിരാശ എന്നിവ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിലവിൽ ഉള്ള ജോലി ഉപേക്ഷിച്ച് മറ്റു ജോലികൾ തേടുവാൻ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകും. കൂടാതെ സാമ്പത്തികമായും ഏറെ വെല്ലുവിളികൾ ഈ രാശിജാതർക്ക് ഈ മാസത്ത് ഉണ്ടാകാം. പ്രധാനമായും അധികമായ ചെലവുകൾ ഉണ്ടാകും. സാമ്പത്തികമായ നഷ്ടങ്ങളും ഈ മാസം ഉണ്ടാകും എന്നതിനാൽ ധനപരമായ ക്രയവിക്രയങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തുക. ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ ധനം നിക്ഷേപിക്കാതെ ഇരിക്കുക. സാമ്പത്തികമായ സമ്മർദ്ദങ്ങളും തൊഴിൽ രംഗത്തെ പ്രതിസന്ധികളും മാനസികമായ സംഘർഷങ്ങൾക്ക് ഇടയാകും. കൂടാതെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ആരോഗ്യത്തിനും വെല്ലുവിളികൾ ഉയർത്താം. തലവേദന, ഉഷ്ണരോഗങ്ങൾ, ദഹനപ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. എന്നാൽ ശനിയും ചൊവ്വയും ഈ രാശിജാതർക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുമെന്നത് ഏറെ ആശ്വാസം നൽകുന്നു. ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നത് ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ഊർജവും ആത്മബലവും ഈ രാശിജാതർക്ക് നൽകും. കടബാധ്യതകൾ, ശത്രുക്കൾ എന്നിവയിൽ നിന്ന് ശനിയുടെ 6ലുള്ള നില ഈ രാശിജാതരെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതോടുകൂടി കന്നിക്കൂറുകാരുടെ മേടമാസഫലങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.